26/4/25 പ്രഭാത മുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പുരുഷോത്തമ സംഗമയോഗി ബ്രാഹ്മണരായ നിങ്ങൾ ഇപ്പോൾ ഈശ്വരന്റെ മടിത്തട്ടിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്നും ദേവതയാകണം. അതിനാൽ ദൈവിക ഗുണങ്ങളും ആവശ്യമാണ്. ചോദ്യം: ബ്രാഹ്മണരായ കുട്ടികൾക്ക് ഏതു കാര്യത്തിൽ സ്വയം തന്നെ വളരെയധികം സംരക്ഷിക്കേണ്ടതുണ്ട്? എന്തുകൊണ്ട്? ഉത്തരം: മുഴുവൻ ദിവസത്തെയും ദിനചര്യയിൽ യാതൊരു പാപകർമ്മവും ഉണ്ടാകരുത്. ഇതിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ മുന്നിൽ ബാബ ധർമ്മരാജന്റെ രൂപത്തിൽ നിൽക്കുകയാണ്. പരിശോധിക്കൂ, ആർക്കെങ്കിലും ദുഃഖം കൊടുത്തില്ലല്ലോ. ശ്രീമത്തനുസരിച്ച് എത്ര ശതമാനം നടക്കുന്നുണ്ട്? രാവണന്റെ മതമനുസരിച്ച് നടക്കുന്നില്ലല്ലോ. കാരണം ബാബയുടേതായ ശേഷം ഏതെങ്കിലും വികർമ്മം ഉണ്ടാകുന്നുവെങ്കിൽ 1ന് 100 മടങ്ങ് ആയിപ്പോകുന്നു. ഓം ശാന്തി. ഭഗവാനുവാച. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു കഴിഞ്ഞു. ഏതെങ്കിലും മനുഷ്യനെയോ ദേവതമാരെയോ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ബുദ്ധിയിൽ ഇതുണ്ട്: നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. ഈ ഓർമ്മയും സദാ ആർക്കും ഉണ്ടായിരിക്കുന്നില്ല. സ്വയം തന്നെ യഥാർത്ഥ ബ്രാഹ്മണനായി മനസ്സിലാക്കുന്നുമില്ല. ബ്രാഹ്മണരായ കുട്ടികൾ ദേവീ ഗുണങ്ങളും ധാരണ ചെയ്യണം. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണനാണ്. നമ്മൾ ശിവബാബയിലൂടെ പുരുഷോത്തമൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഓർമ്മയും എല്ലാവർക്കും നിലനിൽക്കുന്നില്ല. നമ്മൾ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണനാണ് എന്ന് അടിക്കടി മറന്നു പോകുന്നു. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരുന്നാലും അഹോ സൗഭാഗ്യം. എല്ലായ്പ്പോഴും നമ്പർ വാർ ആയിരിക്കുക തന്നെ ചെയ്യും. എല്ലാവരും അവരവരുടെ ബുദ്ധി അനുസരിച്ച് പുരുഷാർത്ഥികളാണ്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗിയാണ്, പുരുഷോത്തമനായി മാറുന്നവരാണ്. എപ്പോഴാണോ അച്ഛനെ, അതായത് മോസ്റ്റ് ബിലവഡായ ബാബയെ ഓർമ്മിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ പുരുഷോത്തമരാകുന്നത് എന്ന് അറിയുന്നുണ്ട്. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം നശിക്കുന്നത്. ഏതെങ്കിലും പാപം ചെയ്യുകയാണെങ്കിൽ അതിന് 100 മടങ്ങ് കണക്ക് കയറുന്നു. മുൻപ് പാപം ചെയ്തിരുന്നപ്പോൾ അതിന് 10% കയറിയിരുന്നത്. ഇപ്പോഴാകട്ടെ 100% കയറുന്നു. കാരണം ഈശ്വരന്റെ മടിയിൽ വന്ന ശേഷം പാപം ചെയ്യുകയല്ലേ. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ് പുരുഷോത്തമനായി ദേവതയാക്കി മാറ്റുന്നതിന് വേണ്ടി. ഈ ഓർമ്മ ആർക്കാണോ സ്ഥായിയായി നിലനിൽക്കുന്നത്, അവർ അലൗകിക സേവനവും വളരെയധികം ചെയ്തുകൊണ്ടിരിക്കും. സദാ ഹർഷിതമുഖരാകുന്നതിന് വേണ്ടി മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. എവിടെ പോകുന്നുവെങ്കിലും ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കട്ടെ, നമ്മൾ സംഗമയുഗത്തിലാണ്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. അവർ പുരുഷോത്തമ മാസമെന്നോ വർഷമെന്നോ പറയുന്നു. നിങ്ങൾ പറയുന്നു, നമ്മൾ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണനാണ്. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിൽ ധാരണ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പുരുഷോത്തമനാകുന്നതിൻ്റെ യാത്രയിലാണ്. ഇത് ഓർമ്മയുണ്ടായിരുന്നാലും മന്മനാഭവ ആയി നിങ്ങൾ പുരുഷോത്തമർ ആയിക്കൊണ്ടിരിക്കുന്നു. പുരുഷാർത്ഥം അനുസരിച്ചും കർമ്മം അനുസരിച്ചും ദൈവിക ഗുണങ്ങളും വേണം. ശ്രീമത്തനുസരിച്ച് നടക്കേണ്ടിയും വരും. സ്വന്തം മതമനുസരിച്ചാണ് എല്ലാ മനുഷ്യരും നടക്കുന്നത്. അത് രാവണന്റെ മതമാണ്.
നിങ്ങൾ എല്ലാവരും ശ്രീമത് അനുസരിച്ച് നടക്കുന്നു എന്നല്ല. വളരെ പേരുണ്ട് രാവണന്റെ മതമനുസരിച്ച് നടക്കുന്നവർ. ശ്രീമത് അനുസരിച്ച് നടക്കുന്നത് ചിലർ ഇത്ര ശതമാനം നടക്കുന്നു, ചിലർ ഇത്രയും, ചിലരാണെങ്കിൽ 2% പോലും അനുസരിച്ച് നടക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നുണ്ടാകും, എങ്കിൽ പോലും ശിവ് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നില്ല. എവിടെയെങ്കിലും ബുദ്ധിയോഗം അലയുന്നുണ്ടാകും. ദിവസവും സ്വയം നോക്കണം, ഇന്ന് ഏതെങ്കിലും പാപത്തിൻ്റെ കാര്യം ചെയ്തില്ലല്ലോ, ആരെയും ദുഃഖിപ്പിച്ചില്ലല്ലോ. സ്വയം തൻ്റെ മേൽ വളരെയധികം സംരക്ഷണം നടത്തേണ്ടതുണ്ട്. കാരണം ധർമ്മരാജനും നിൽക്കുകയാണല്ലോ. ഇപ്പോഴത്തെ സമയം തന്നെ കണക്കുകൾ സമാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും. കുട്ടികൾക്കറിയാം നമ്മൾ ജന്മജന്മാന്തരങ്ങളിലെ പാപികളാണ്. ആരെങ്കിലും എവിടെയെങ്കിലുമുള്ള ക്ഷേത്രത്തിലോ ഗുരുവിൻ്റെ അടുക്കലോ ഏതെങ്കിലും ഇഷ്ട ദേവതയുടെ അടുക്കൽ പോകുന്നുവോ ചെയ്യുന്നെങ്കിൽ പറയും, നമ്മൾ ജന്മജന്മങ്ങളിലെ പാപിയാണ്, എന്നെ രക്ഷിക്കൂ, ദയ കാണിക്കൂ. സത്യയുഗത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വാക്ക് വരുന്നില്ല. ചിലർ സത്യം പറയുന്നു, ചിലരാകട്ടെ അസത്യം പറയുന്നു. ഇവിടെയും അങ്ങനെ തന്നെ. ബാബ എപ്പോഴും പറയുന്നു, തൻ്റെ ജീവിത കഥ ബാബയ്ക്ക് എഴുതി അയക്കൂ. ചിലരാണെങ്കിൽ തീർത്തും സത്യം എഴുതുന്നു, ചിലർ ഒളിപ്പിക്കുന്നുമുണ്ട്. ലജ്ജ വരുന്നു. മോശമായ കർമ്മം ചെയ്തതിലൂടെ അതിൻ്റെ ഫലവും മോശമായത് ലഭിക്കും എന്നതും അറിയുന്നുണ്ട്. അത് അല്പകാലത്തെ കാര്യമാണ്. ഇതാണെങ്കിൽ വളരെ കാലത്തെ കാര്യമാണ്. മോശമായ കർമ്മം ചെയ്യുകയാണെങ്കിൽ ശിക്ഷകളും അനുഭവിക്കും. പിന്നെ സ്വർഗത്തിലും വളരെ വൈകിയായിരിക്കും വരുന്നത്. ആരൊക്കെയാണ് പുരുഷോത്തമരാകുന്നത് എന്നതും ഇപ്പോൾ എല്ലാം അറിയാൻ കഴിയുന്നു. അതാണ് പുരുഷോത്തമ ദേവി രാജ്യം. ഉത്തമത്തിലും ഉത്തമ പുരുഷൻ ആകുന്നുവല്ലോ. മറ്റൊരു സ്ഥാനത്തും ഇങ്ങനെ ആരുടെയും മഹിമ പാടുന്നില്ല. മനുഷ്യരാകട്ടെ ദേവതകളുടെ ഗുണങ്ങൾ പോലും അറിയുന്നില്ല. മഹിമ പാടുന്നുണ്ട്, പക്ഷേ തത്തയെ പോലെയാണ്. അതിനാൽ ബാബയും പറയുന്നു, ഭക്തർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഭക്തർ സ്വയം താഴ്ന്നവരും പാപിയുമാണ് എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കൂ, നിങ്ങൾ ശാന്തിധാമത്തിൽ ആയിരുന്നപ്പോൾ അവിടെ പാപം ചെയ്തിരുന്നുവോ? അവിടെയാണെങ്കിൽ എല്ലാ ആത്മാക്കളും പവിത്രമായിരിക്കുന്നു. ഇവിടെ അപവിത്രമായി, കാരണം തമോ പ്രധാന ലോകമാണ്. പുതിയ ലോകത്തിൽ പവിത്രമായിരിക്കുന്നു. അപവിത്രമാക്കുന്നത് രാവണനാണ്. ഈ സമയത്ത് വിശേഷിച്ച് ഭാരതത്തിലും പൊതുവായി മുഴുവൻ ലോകത്തിലും രാവണന്റെ രാജ്യമാണ്. യഥാ രാജാ റാണി തഥാ പ്രജ. ഹയ്യസ്റ്റ്, ലോവസ്റ്റ്. ഇവിടെ എല്ലാവരും പതീതമാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ പാവനമാക്കിയ ശേഷം പോകുന്നു. പിന്നെ നിങ്ങളെ ആരാണ് പതീതമാക്കുന്നത്? രാവണൻ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ എൻ്റെ മതത്തിലൂടെ പാവനമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം രാവണന്റെ മതമനുസരിച്ച് പതീതമാകും. അതായത് ദേഹാഭിമാനത്തിൽ വന്ന് വികാരങ്ങൾക്ക് വശമാകുന്നു. അതിനെ ആസുരീയ മതം എന്ന് പറയുന്നു. ഭാരതം പാവനമായിരുന്നു. അത് ഇപ്പോൾ പതീതമായി വീണ്ടും പാവനമാകണം. പാവനം ആക്കുന്നതിന് വേണ്ടി പതീത പാവനായ ബാബയ്ക്ക് വരേണ്ടി വരുന്നു. ഈ സമയം നോക്കൂ, എത്ര അനേകം മനുഷ്യരാണ്. നാളെ എത്ര പേരുണ്ടാകും? യുദ്ധം നടക്കും. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. നാളെ ഇവരെല്ലാം എവിടെ പോകും? എല്ലാവരുടെ ശരീരവും ഈ പഴയ ലോകവും വിനാശമാകുന്നു.
ഈ രഹസ്യം ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്പർ 1, പുരുഷാർത്ഥം അനുസരിച്ച് നമ്മൾ ആരുടെ സന്മുഖത്താണ് ഇരിക്കുന്നത് അത് ആരും മനസ്സിലാക്കുന്നില്ല. കുറഞ്ഞതിലും കുറഞ്ഞ പദവി നേടുന്നവരാണ്. ഡ്രാമ അനുസരിച്ച് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഭാഗ്യത്തിലില്ല. ഇപ്പോൾ കുട്ടികൾക്ക് സേവനം ചെയ്യണം, ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണരാണ്. നിങ്ങൾക്ക് ബാപ് സമാൻ ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവും ആകണം. ആക്കി മാറ്റുന്ന ബാബയെ ലഭിച്ചുവല്ലോ. സർവഗുണസമ്പന്നം എന്ന് ദേവതമാരുടെ മഹിമ പാടപ്പെടുന്നു. ഇപ്പോൾ ഈ ഗുണങ്ങളുള്ളവർ ആരുമില്ല. സ്വയം തന്നോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കൂ, നമ്മൾ ഉയർന്ന പദവി നേടുന്നതിന് എത്രത്തോളം യോഗ്യരായി? സംഗമയുഗത്തെ നല്ല രീതിയിൽ ഓർമ്മിക്കണം. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണർ പുരുഷോത്തമർ ആകുന്നവരാണ്. ശ്രീകൃഷ്ണൻ പുതിയ ലോകത്തിലെ പുരുഷോത്തമൻ ആണല്ലോ. കുട്ടികൾക്കറിയാം നമ്മൾ ബാബയുടെ സന്മുഖത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും കൂടുതൽ പഠിക്കേണ്ടതാണ്. പഠിപ്പിക്കുകയും വേണം. പഠിപ്പിക്കുന്നില്ലെങ്കിൽ തെളിയുന്നത് പഠിക്കുന്നില്ല എന്നാണ്. ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. 5% പോലും ഇരിക്കുന്നില്ല. നമ്മൾ സംഗമയുഗി ബ്രാഹ്മണരാണ് എന്നതുപോലും ഓർമ്മയിൽ ഇരിക്കുന്നില്ല. ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മയുണ്ടായിരിക്കണം. ചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലാക്കിക്കുന്നത് വളരെ സഹജമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. അത് ഏറ്റവും വലിയ പിതാവാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നമ്മൾ തന്നെ പൂജ്യരും നമ്മൾ തന്നെ പൂജാരിയും. ഈ മന്ത്രം വളരെ നല്ലതാണ്. അവർ ആത്മാവ് തന്നെ പരമാത്മാവ് എന്ന് പറഞ്ഞു. എന്തെല്ലാം പറയുന്നുവോ തീർത്തും തെറ്റാണ്. നമ്മൾ പവിത്രമായിരുന്നു. 84 ജന്മം ചക്രത്തിൽ കറങ്ങി ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ തിരികെ പോകുന്നു. ഇന്ന് ഇവിടെയാണ്, നാളെ വീട്ടിലേക്ക് പോകും. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. അത് ഇപ്പോൾ റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ സർവധർമ്മവും മറന്ന് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇത് ഉറച്ച രീതിയിൽ ഓർമ്മിക്കും. നമ്മൾ ആത്മാവാണ്. ഇതും ഓർമ്മയുണ്ടായിരിക്കുകയും തൻ്റെ വീടും ഓർമ്മയുണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ബുദ്ധിയിൽ നിന്നും മുഴുവൻ ലോകത്തിൻ്റെയും സന്യാസമുണ്ടായി, ശരീരത്തിൻ്റെയും സന്യാസം. അപ്പോൾ എല്ലാത്തിൻ്റെയും സന്യാസമായി. ആ ഹഠയോഗികൾ മുഴുവൻ സൃഷ്ടിയുടെയും സന്യാസം ചെയ്യുന്നില്ല. അവരുടേത് അപൂർണമാണ്. നിങ്ങൾക്കാണെങ്കിൽ മുഴുവൻ ലോകത്തെയും ത്യാഗം ചെയ്യണം. സ്വയം ദേഹമാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ പ്രവൃത്തികളും അങ്ങനെയുള്ളതായിരിക്കും ചെയ്യുന്നത്. ദേഹ അഭിമാനി ആകുന്നതിലൂടെ മോഷണ പ്രവൃത്തികൾ, അസത്യം പറയുക, പാപം ചെയ്യുക, ഈ ശീലങ്ങളെല്ലാം വരുന്നു. ഉച്ചത്തിൽ സംസാരിക്കുന്ന ശീലവും വരുന്നു. പിന്നെ പറയും, എൻ്റെ ശബ്ദം ഇങ്ങനെയാണ്. ദിവസത്തിൽ 25 മുതൽ 30 പാപം വരെയും ചെയ്യുന്നു. അസത്യം പറയുന്നതും പാപമാണല്ലോ. ശീലമായി തീരുന്നു. ബാബ പറയുന്നു, ശബ്ദം കുറയ്ക്കുന്നത് പഠിക്കൂ. ശബ്ദം കുറയ്ക്കുവാൻ സമയമെടുക്കുന്നില്ല. നായയെ പോലും പാലിക്കുന്നുവെങ്കിൽ അത് നല്ലതായി മാറുന്നു. കുരങ്ങ് എത്ര തീവ്രതയുള്ളതാണ്. പിന്നെ ആരുടെയെങ്കിലും കൂടെ പരിശീലനം നേടുമ്പോൾ ഡാൻസും മറ്റും ചെയ്യുന്നു. മൃഗങ്ങൾ പോലും നന്നാകുന്നു.
മൃഗങ്ങളെ നന്നാക്കുന്നതും മനുഷ്യരാണ്. മനുഷ്യരെ നന്നാക്കുന്നവനാണ് ബാബ. ബാബ പറയുന്നു, നിങ്ങളും മൃഗങ്ങളെ പോലെയാണ്. അതിനാൽ എന്നെയും കൂർമ്മ അവതാരം, വരാഹ അവതാരം എന്ന് പറയുന്നു. എങ്ങനെയാണോ നിങ്ങളുടെ ആക്ടിവിറ്റി, അതിനേക്കാൾ എന്നെ മോശമാക്കി. ഇതും നിങ്ങൾ അറിയുന്നു, ലോകം അറിയുന്നില്ല. അന്തിമത്തിൽ നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകും. എങ്ങനെയെല്ലാമാണ് ശിക്ഷകൾ അനുഭവിക്കുന്നത് അതും നിങ്ങൾക്ക് മനസ്സിലാകും. അരക്കൽപ്പം ഭക്തി ചെയ്തു, ഇപ്പോൾ ബാബയെ ലഭിച്ചു. ബാബ പറയുന്നു, എൻ്റെ മതമനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ ശിക്ഷകൾ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ഇപ്പോൾ പാപവും മറ്റും ചെയ്യുന്നത് ഉപേക്ഷിക്കണം. തൻ്റെ ചാർട്ട് വയ്ക്കൂ. പിന്നെ അതിനോടൊപ്പം ധാരണയും ആവശ്യമാണ്. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രാക്ടീസും ആവശ്യമാണ്. പ്രദർശിനിയുടെ ചിത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ആർക്ക് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ എന്ന്. ഏറ്റവും ആദ്യം ഈ കാര്യം എടുക്കൂ. ഗീതയുടെ ഭഗവാൻ ആരാണ്? ജ്ഞാനസാഗരം, പതീത പാവനനായ പരംപിത പരമാത്മാവാണല്ലോ. ഈ പിതാവ് സർവ ആത്മാക്കളുടെയും പിതാവാണ്. അതിനാൽ അച്ഛൻ്റെ പരിചയം ആവശ്യമാണല്ലോ. ഋഷി മുനിമാർ തുടങ്ങി ആർക്കും തന്നെ ബാബയുടെ പരിചയമില്ല. രചനയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെതും ഇല്ല. അതിനാൽ ഏറ്റവും ആദ്യം ഇത് മനസ്സിലാക്കിച്ചു കൊടുത്ത് എഴുതിപ്പിക്കണം. ഭഗവാൻ ഒന്നാണ്. രണ്ടാമതൊരാൾ ഉണ്ടാവുക സാധ്യമല്ല. മനുഷ്യന് സ്വയം തന്നെ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ നിശ്ചയമുണ്ട്, ഭഗവാൻ നിരാകാരനാണ്. ബാബ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ സ്റ്റുഡൻസ് ആണ്. അത് അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഒന്നിനെ ഓർമ്മിക്കുകയാണെങ്കിൽ ടീച്ചറും ഗുരുവും രണ്ടുപേരെയും ഓർമ്മ വരും. ബുദ്ധി അലഞ്ഞു തിരിയരുത്. ശിവൻ എന്ന് മാത്രമായും പറയണ്ട. ശിവൻ നമ്മുടെ അച്ഛനുമാണ്, സുപ്രീം ടീച്ചറുമാണ്, നമ്മെ കൂടെ കൊണ്ടുപോകും. ആ ഒന്നിന് എത്ര മഹിമയുണ്ട്. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. ചിലർ പറയുന്നു, ഇവർ BKസിനെ ഗുരുവാക്കി മാറ്റി എന്ന്. നിങ്ങൾ ഗുരുവാകുന്നുവല്ലോ. പിന്നെ നിങ്ങളെ അച്ഛൻ എന്ന് പറയില്ല. ടീച്ചർ ഗുരു എന്ന് പറയും, അച്ഛൻ എന്ന് പറയില്ല. മൂന്നും ഒരു ബാബയെ മാത്രമേ പറയുകയുള്ളൂ. അത് ഏറ്റവും വലിയ ബാബയാണ്. ഇദ്ദേഹത്തിന് മുകളിലായി ആ പിതാവാണ്. ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. പ്രദർശിനിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനുള്ള വിവേകം ആവശ്യമാണ്. എന്നാൽ സ്വയം തന്നിൽ ഇത്രയും ധൈര്യം ഇല്ലാത്തതായി മനസ്സിലാക്കുന്നു. വലിയ വലിയ പ്രദർശിനികൾ നടക്കുമ്പോൾ ആരാണോ നല്ല നല്ല സർവീസുകളായ കുട്ടികൾ, അവർ പോയി സേവനം ചെയ്യണം. ബാബ വിലക്കുന്നില്ല. മുന്നോട്ട് പോകവേ സന്യാസിമാരെയും മറ്റും നിങ്ങൾ ജ്ഞാനത്തിൻ്റെ അമ്പ് എയ്തുകൊണ്ടിരിക്കും. എവിടെ പോകാനാണ്? ഒരേ ഒരു കടയാണ് ഉള്ളത്. സർവരുടെയും സദ്ഗതി ഈ കടയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഈ കട ഇങ്ങനെയുള്ളതാണ്. നിങ്ങൾക്കേവർക്കും പവിത്രമാകാനുള്ള വഴി പറഞ്ഞു തരുന്നു. പിന്നെ ആകാം, ആകാതിരിക്കാം. കുട്ടികളായ നിങ്ങൾക്ക് ശ്രദ്ധ വിശേഷിച്ച് സേവനത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കണം. വിവേകമുള്ള കുട്ടികളായിരുന്നാലും പൂർണ്ണമായും സേവനം ചെയ്യുന്നില്ലെങ്കിൽ ബാബ മനസ്സിലാക്കും, രാഹുവിൻ്റെ ദശ ഇരിക്കുകയാണ്. ദശകൾ എല്ലാവർക്കും കറങ്ങി വരുന്നുവല്ലോ. മായയുടെ നിഴൽ പതിക്കുന്നു, പിന്നെ 2 ദിവസത്തിന് ശേഷം ശരിയാകുന്നു. കുട്ടികൾ സേവനത്തിൻ്റെ അനുഭവം നേടിയ ശേഷം വരണം. പ്രദർശിനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഗീത കൃഷ്ണൻ്റേതല്ല, ശിവഭഗവാനാൽ പാടപ്പെട്ടതാണ് എന്ന് മനുഷ്യർ
മനസ്സിലാക്കി ഉടനടി എന്തുകൊണ്ട് എഴുതുന്നില്ല? ചിലരാണെങ്കിൽ ഇത് വളരെ നല്ലതാണ് എന്ന് പറയുക മാത്രം ചെയ്യുന്നു. മനുഷ്യർക്ക് വേണ്ടി വളരെയധികം മംഗളകാരിയാണ്, എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. എന്നാൽ ഞാനും ഈ സമ്പത്ത് നേടിയെടുക്കും എന്ന് ആരും തന്നെ പറയുന്നില്ല. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ദേഹാഭിമാനത്തിൽ വന്ന് ഉച്ചത്തിൽ സംസാരിക്കരുത്. ഈ ശീലം ഇല്ലാതാക്കണം. മോഷ്ടിക്കുക, കളവ് പറയുക, ഇതെല്ലാം പാപമാണ്. ഇവയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ദേഹി അഭിമാനി ആയി ഇരിക്കണം. മൃത്യു മുന്നിലുണ്ട്. അതിനാൽ ബാബയുടെ ശ്രീമതനുസരിച്ച് നടന്ന് പാവനമാകണം. ബാബയുടേതായ ശേഷം യാതൊരു മോശമായ കർമ്മവും ചെയ്യരുത്. ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: ലോകപ്രിയ സഭയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രാജസിംഹാസന അധികാരിയായി ഭവിക്കട്ടെ. ഏതെങ്കിലും സങ്കല്പമോ വിചാരമോ നടത്തുകയാണെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യൂ. ഈ വിചാരം അഥവാ സങ്കല്പം ബാബയ്ക്ക് പ്രിയമാണോ? എന്താണോ ബാബയ്ക്ക് പ്രിയം അത് ലോകർക്ക് സ്വതവേ തന്നെ പ്രിയമാകുന്നു. അഥവാ ആരുടെയെങ്കിലും സങ്കല്പത്തിൽ സ്വാർത്ഥത ഉണ്ടെങ്കിൽ മനസ്സിന് പ്രിയം എന്നാണ് പറയുക. വിശ്വമംഗളകാരിയാണ്, വിശ്വമംഗളാർത്ഥം ആണെങ്കിൽ ലോകപ്രിയം അഥവാ പ്രഭുപ്രിയം എന്ന് പറയും. ലോകപ്രിയ സഭയുടെ മെമ്പർ ആവുക എന്നാൽ ലോ ആൻഡ് ഓർഡറിൻ്റെ രാജ്യ അധികാരം അഥവാ രാജ്യസിംഹാസനം പ്രാപ്തമാക്കുക എന്നർത്ഥം. സ്ലോഗൻ: പരമാത്മാവിൻ്റെ കൂട്ടുകെട്ട് അനുഭവിക്കൂ. അപ്പോൾ സർവ്വതും സഹജമായി അനുഭവിച്ചുകൊണ്ട് സേഫ് ആയിരിക്കും. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ഏതുപോലെ ശിവശക്തി കമ്പൈൻഡ് രൂപമാണോ അതേപോലെ പാണ്ഡവപതിയും പാണ്ഡവരും ഇത് സദാകാലത്തെ കമ്പൈൻഡ് രൂപമാണ്. പാണ്ഡവപതിക്ക് പാണ്ഡവരില്ലാതെ യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ആരാണോ ഇങ്ങനെയുള്ള കമ്പൈൻഡ് രൂപത്തിൽ സദാ ഇരിക്കുന്നത് അവരുടെ മുന്നിൽ ബാബ്ദാദ സാകാരത്തിൽ സർവസംബന്ധങ്ങൾ കൊണ്ടും മുന്നിൽ ഉള്ളതുപോലെയാണ്. എവിടെ വിളിക്കുന്നുവോ അവിടെ സെക്കൻഡിൽ ഹാജരാണ്. അതിനാൽ പ്രഭു ഹാജരാണ് എന്ന് പറയുന്നു. ഓം ശാന്തി. ഓം ശാന്തി എന്ന ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥസ്വരൂപമായി ഞാൻ മാറുന്നു. നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മജ്യോതിയായ എൻ്റെ നൈസർഗികമായ ഗുണം ശാന്തിയാണ്. ഞാൻ ശാന്തസ്വരൂപ ആത്മാവായി ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്വാഭാവികമായി എൻ്റെ മനസ്സ് ശാന്തി സാഗരമായ ശിവപരമാത്മാവിലേക്ക് ആകർഷിതമാകുന്നു. സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങളുടെ ഈ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയായി ഞാൻ
എൻ്റെ സ്വഗ്രഹമായ ശാന്തിധാമത്തിൽ എത്തിച്ചേരുന്നു. ശാന്തി സാഗരനായ ശിവപരമാത്മാവിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനായ ബാബയുമായി മനസ്സുകൊണ്ട് ഏകീഭവിക്കുമ്പോൾ ഒന്നിൻ്റെ സ്മൃതിയിൽ ലയിച്ച് ചേരുമ്പോൾ അനുപമമായ പരമാത്മാ ശാന്തിയുടെ ഗഹനതയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വരൂപം മാസ്റ്റർ ശാന്തി സാഗരൻ്റേതായി മാറുന്നു. എൻ്റെ അന്തരംഗം ശാന്തിയാൽ സമ്പന്നമായിരിക്കുന്ന ഈ അവസ്ഥയിൽ വിശ്വമംഗളത്തിൻ്റെ സങ്കല്പം എന്നിൽ ഉണരുന്നു. ശാന്തിക്ക് വേണ്ടി ദാഹിക്കുന്ന എൻ്റെ സഹോദര ആത്മാക്കൾക്ക് ബാബയിൽ നിന്നും ലഭിച്ച ശാന്തിയുടെ പ്രകാശധാര, ശാന്തിയുടെ അമൂല്യ ഖജനാവ് ഞാൻ ദാനം ചെയ്യുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ അലൗകിക ദിവ്യ പ്രകാശം അശാന്തരായ ആത്മാക്കളെ സ്പർശിക്കുമ്പോൾ അവരും ഈശ്വരീയ ശാന്തിയാൽ സമ്പന്നമായി മാറട്ടെ.